91 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. വലിയ വചന പാണ്ഡിത്യമോ വലിയ വചന ജ്ഞാനമോ ഒന്നും ഇല്ലാത്തവർക്ക് പോലും 91 സങ്കീർത്തനം പൂർണ്ണമായോ ഭാഗികമായോ അറിയാവുന്നവർ തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ 91 സങ്കീർത്തനത്തിന്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈ സങ്കീർത്തനം നാം ഉരുവിടുന്നത്, ഇതിലെ വാക്യങ്ങൾ നാം വായിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മിക്കവാറും എല്ലാ സങ്കീർത്തനങ്ങളുടെ മുകളിലും അല്ലെങ്കിൽ സങ്കീർത്തനം തുടങ്ങുന്നതിന് മുൻപോ ദാവീദിന്റെ ഒരു സങ്കീർത്തനമെന്നോ മോശയുടെ ഒരു സങ്കീർത്തനമെന്നോ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ മുകളിൽ അങ്ങനെ ഒരു കാര്യം കാണുവാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ബൈബിളുണ്ടോ? ഞങ്ങളുടെ ബൈബിളുണ്ടല്ലോ, വാസ്തവ ബൈബിളൊന്നും ഇല്ലാത്തെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ടെൻഷനായിട്ടിരിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുക, എന്നാലേ നമുക്ക് വചനം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടെൻഷനായിട്ട് ഇപ്പൊ പൊട്ടെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് വളരെ ഫ്രീ മൈൻഡോടെ ദിവസം ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ 91 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത അതിന്റെ മുകളിൽ ഇതാരാണ് എഴുതിയതെന്നോ ഇത് എന്തിനു വേണ്ടിയാണ് എഴുതിയതെന്നോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ വേദപണ്ഡിതന്മാർ പറയുന്നു ഇത് മോശയുടെ സങ്കീർത്തനമാണ് എന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന് കാരണം 90 സങ്കീർത്തനം, ഇതിന് തൊട്ടു മുമ്പുള്ള സങ്കീർത്തനത്തിലും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചാണ് അവിടെ മോശ രേഖപ്പെടുത്തുന്നത്. എന്നാൽ അവിടെ ആ 90 സങ്കീർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ പറയുന്നുണ്ട് ഇത് മോശയുടെ സങ്കീർത്തനമാണെന്ന് പറയുന്നുണ്ട്, അല്ലേ? അവിടെ എന്താ പറയുന്നത്? ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് 90 സങ്കീർത്തനം ആരംഭിക്കുന്നത്. അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഇതേ വാക്ക് തന്നെ 91 സങ്കീർത്തനത്തിലും 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു. ഈ കാരണത്താൽ വേദപണ്ഡിതന്മാർ പറയുന്നു ഇത് മോശയുടെ സങ്കീർത്തനം തന്നെയാണ് എന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്ക് ഉറപ്പൊന്നുമില്ല, പൂർണ്ണമായി ഉറപ്പ് വേണമെങ്കിൽ മേളിൽ ചെല്ലണം, മേളിൽ ചെന്നിട്ട് ദൈവത്തോട് ചോദിക്കണം ഇതാരാണ് എഴുതിയതെന്ന് നമ്മൾ ചോദിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചില തെളിവുകൾ വെച്ച് ഇത് മോശയുടെ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഓക്കെ, അതിന്റെ പശ്ചാത്തലം അത്രയും പറഞ്ഞാൽ നിർത്തുകയാണ്, സമയത്തിന്റെ പരിധി കൊണ്ട്. 91 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അത്യുന്നതന്റെ വലിയൊരു ദൈവിക സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന അനേക വാക്യങ്ങൾ അടങ്ങിയ ഒരു സങ്കീർത്തനമാണ് 91, അല്ലേ? ഒരുപാട് സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉരുവിടാറുണ്ട്, അല്ലെ? നമ്മളൊരു ബലത്തിന് വേണ്ടി നമ്മൾ പറയാറുണ്ട് സ്തോത്രം 91 സങ്കീർത്തനത്തിന് പല വാക്യങ്ങളും. എന്നാൽ ഈ കാര്യങ്ങൾ, ഈ സംരക്ഷണങ്ങൾ വെറുതെ എതിരെയെങ്കിലുമൊക്കെ നടന്നേച്ച് ഒരു ജീവിത വിശുദ്ധി ഇല്ലാതെ നടന്നിട്ട് ഒരാവശ്യം വരുമ്പോ എടുത്തിട്ട് ചൊല്ലാനുള്ള ഒരു വാക്യങ്ങളല്ല ഇതിനകത്ത് പറയുന്ന വാക്യങ്ങൾ. ഇതെങ്ങനെയുള്ളവർക്ക് പറയാൻ കൊള്ളാവുന്ന വാക്യങ്ങളാണെന്ന് 91 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത്യുന്നതന്റെ മറവിലാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ മുൻപിൽ നിൽക്കുന്ന ആരായിരിക്കും? പിള്ളേർ സാക്ഷി കളിക്കത്തില്ലേ? മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞത്. പിള്ളേർ സാക്ഷി കളിക്കത്തില്ലേ? സാക്ഷി കളിക്കുമ്പോ ഈ പിള്ളേർ പോയി ഒളിക്കത്തില്ലേ? ഒരുത്തരെ മാത്രം കണ്ടുപിടിച്ചില്ല, ബാക്കി എല്ലാവരും കണ്ടുപിടിച്ചു. അപ്പൊ ഇവൻ എവിടെ ഒളിച്ചെന്നാ എല്ലാവർക്കും ഒരു സംശയം. അപ്പൊ അവൻ വന്നിട്ട് പറയും ഞാൻ ആ മരത്തിന്റെ മറവിലായിരുന്നു, അതുകൊണ്ട് എന്നെ നിങ്ങൾ എന്ത് ചെയ്തില്ല, കണ്ടില്ല, നിങ്ങൾ കണ്ടത് ആ മരം മാത്രമായി. എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ അത്യുന്നതന്റെ മറവിലാണെങ്കിൽ എന്നെ കാണുന്നവർ ആരെയാ കാണണ്ടേ? അങ്ങനെയാണോ കാണുന്നത്? എന്നെ കാണുന്നവർ എന്നെ മാത്രം കാണണം. ഞാൻ ആരാണെന്നറിയാവോ? ഞാൻ മിടുക്കനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ വിദ്യാസമ്പന്നനാണ്, ഞാൻ എന്റെ പോയി പരാജയപ്പെട്ടു. പിശാച് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയോ? ലളിതമായിട്ട് ഞാൻ പറയാം. പിശാച് ഉണ്ടാകാനുള്ള കാരണം എന്താ? ഞാൻ എന്റെ സിംഹാസനം അവന്റെ സിംഹാസനത്തിന് മീതെ പോയി വെട്ടിത്താഴിടുകയായി. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് നിഗളം, അഹങ്കാരം, ജ്ഞാനെന്ന ഭാവം.
ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ചിന്ത ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്നെ ഹൈഡ് ചെയ്തുകൊണ്ട് അത്യുന്നതനെ മുൻപിൽ നിർത്തുന്നവനുള്ള പ്രൊട്ടക്ഷനാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുക. 2, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അടുത്ത വാക്യം എന്താ പറയുന്നറിയോ? യഹോവയെ കുറിച്ച് അവന്റെ സാക്ഷ്യമുണ്ട്. യഹോവയെ കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. എന്താ അവന്റെ സാക്ഷ്യം? അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന ഭിത്തിയേല് എഴുതി വെക്കും. ആണോ? ഇന്നങ്ങനെ ഭിത്തിയിലെല്ലാം എഴുതി വെച്ചിരിക്കുക. അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും. ഭിത്തിയേൽ എഴുതി വെക്കുന്നല്ല. ഞാൻ പറയും, ഞാൻ പറയും, ഞാൻ പറയും. എപ്പോഴാണ് ഞാൻ പറയുന്നത്? സകലതും എനിക്ക് പ്രതികൂലമാകുമ്പോ, എല്ലാം തകർന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു കാര്യം വിളിച്ചു പറയും. അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവുമെന്ന് ഞാൻ പറയും, പറയും, പറയും. ഈ പറച്ചില് ഭയങ്കര വിലയാണോ? ദൈവത്തിന് വചനം പറയുന്ന പറച്ചില് ഭയങ്കര വില. ചില ആളുകൾ കണ്ടില്ലേ, നെഗറ്റീവ് മാത്രമേ പറയൂ, നെഗറ്റീവ് മാത്രമേ പറയൂ അല്ലേ? ചില വണ്ടിയിലോട്ട് കയറുമ്പോഴേ പറയും, ഇത് പെട്രോൾ തീർന്നു പോകും, ഇത് ടയർ പഞ്ചറാകും കേട്ടോ, അല്ലാണ്ട് ഇതെല്ലാം കൂടെ തള്ളിയിരിക്കുക, അത് പഞ്ചറാകും. നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ നിന്നിട്ടുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞേ, എനിക്കൊരു ദൈവാസനെ അറിയാം, അടൂരുള്ള ഒരു ദൈവാസൻ. അതേ ഒരിക്കൽ രാത്രിയിൽ കുമളിയിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, എരുമേലി വഴി വരുന്നത്. എരുമേലി വഴി എന്നുള്ളവർക്കറിയാം, നമ്മുടെ അടുത്ത സ്ഥലമാണ്. ഈ എരുമേലി കഴിഞ്ഞ റാന്നിയിലോട്ടുള്ള വഴിയിൽ വനമുണ്ട്, വനം. ആ വനത്തിന്റെ നടുക്കെത്തി. ഏകദേശം രാത്രി 12 മണിയായി. കാറിനകത്ത് പെട്രോൾ തീർന്നു. പെട്രോൾ തീർന്നു. എങ്ങോട്ട് പോകണം ഒന്നും അറിയത്തില്ല. ഈ മനുഷ്യൻ ആ കാടിന്റെ നടുക്കിടന്ന് ഇയാൾ മാത്രമേ ഉള്ളൂ. പകൽ തന്നെ അതിലെ പോകുമ്പോൾ നമുക്കറിയാം ആ വനത്തിന്റെ ആ ഭീകരതയൊക്കെ നമുക്ക് മനസ്സിലാവും. ഇയാൾ ആ വനത്തിനകത്ത് കിടക്കുക. രാത്രി 12 മണിയായപ്പോൾ ഇദ്ദേഹം നോക്കി, പെട്രോളിന്റെ ആ ഫ്യൂവൽ മീറ്റർ ഏറ്റവും താഴ്ന്നു കിടക്കുക. ഇത് അനങ്ങിയിട്ടില്ല, ഏറ്റവും കാരണം പെട്രോൾ ഇല്ല അതിനകത്ത്. ഇദ്ദേഹം പല പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നിട്ട് ഇയാൾ പറയാൻ തുടങ്ങി, എന്റെ വണ്ടിയിൽ പെട്രോൾ തീർന്നിട്ടില്ല. പിന്നെ മണ്ടത്തരല്ലേ, എന്റെ വണ്ടിയിലെ പെട്രോള് തീർന്നിട്ടില്ല, എന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, എന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, എന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്. ഇദ്ദേഹം ഇത് പല ആളുകൾ പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നേരെ റാന്നി വന്നു, അവിടുന്ന് പെട്രോൾ അടിച്ച് ഇയാള് വീട്ടിൽ വന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, അസാധ്യതകൾ മാത്രം ഞാൻ അവിടെ കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. 5 അപ്പം മാത്രം ഉണ്ടായിരുന്നതിനെ പോഷിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, എന്റെ യേശു അവിടെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യമുണ്ട്, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ആ ഭാഗം പഠിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. കർത്താവിന് അറിയാമല്ലേ ഈ കർത്താവിന് എന്താ ചെയ്യാൻ പോകുന്നത് ആർക്കറിയാം? കർത്താവിന് നന്നായിട്ടറിയാം. പക്ഷെ ഇവരെ വിളിച്ചിട്ട് കർത്താവ് ഒരു നമ്പർ ഇട്ടു. രഹസ്യമായിട്ട് ചോദിച്ചു, എങ്ങനെ കഴിക്കാൻ കൊടുക്കും? കുറെ എടുത്ത് കാൽക്കുലേറ്റർ എടുത്തു. 4, 3, 7, 7, 3, 10 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. കർത്താവ് ചെന്നത് കാൽക്കുലേറ്റ് ചെയ്യും. അല്ല, ഞങ്ങൾ കണക്ക് കൂടി നോക്കരുത്, എത്ര രൂപ വേണോ, എത്ര രൂപ വേണം? ഒരു 200 സെക്കൻഡ് അത്യാവശ്യം നാരങ്ങാവെള്ളവും പന്നും കൊടുത്തു. കർത്താവ് 200 ഉണ്ടോ? ഇന്നെന്തിനാ കണക്ക് കൂട്ടും? ചുമ്മാ കൂട്ടും. ചില ആളുകൾ അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ കണക്ക് കൂട്ടും. എന്നാൽ ഇവിടെ വല്ല ഉണ്ടോ? അതുമില്ല, ചുമ്മാ കണക്ക് കൂട്ടും. നിന്റെ കണക്ക് കൂട്ടലുകൾ അസ്ഥാനത്താകുമ്പോഴാ ദൈവത്തിന്റെ കാര്യം വെളിപ്പെടാൻ പോകുന്നത്. കർത്താവ് അവരെ കണക്ക് കൂട്ടിച്ചു. നീ കണക്ക് കൂട്ട്, നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ നോക്ക്. അവിടെ മുഴുവൻ ആളുകളും പറഞ്ഞു, നോ, നടക്കുക, 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 നടക്കുകയില്ല, നടക്കുകയില്ല, നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്, ചിലപ്പോൾ നിനക്കെങ്കിലും ഉള്ളത് കിട്ടുമായിരിക്കും, ചെറിയൊരു സാധ്യത. ഇവിടെ ഒരു ബാലമാണ്, അവന്റെ കയ്യിൽ 5 അപ്പമുണ്ട്, അവന്റെ കയ്യിൽ 2 മീൻ. എന്തെങ്കിലും നടന്നാൽ ഭാഗ്യം. കർത്താവ് മതി, ഒരു ചെറിയ എസ് കിട്ടിയല്ലോ, ഒരു ചെറിയ എസ്, ബാക്കി മുഴുവൻ നോയ, എല്ലാം നോയ. കർത്താവ് ചെറിയ എസ് കിട്ടിയല്ലോ, ആ എസ് കൊണ്ടുപോകാം. ആ എസ്സിനെ കൊണ്ടുവന്ന് അങ്ങ് വർദ്ധിപ്പിക്കാൻ തുടങ്ങി.
വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാർക്ക് കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നു. ഈ യഹൂദ സിസ്റ്റം അനുസരിച്ച് സ്ത്രീകളെ കുറിച്ച് അവർ അധികം പറയാറില്ല. സ്ത്രീകളോട് വലിയ താല്പര്യമില്ല. യഹൂദന്മാരുടെ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥന തന്നെ ഉണ്ടായിരുന്നു. ദൈവമേ, നീ എന്നെ ഒരു സ്ത്രീയായോ ഒരു നായായോ സൃഷ്ടിക്കാത്തതിൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യഹൂദന്മാരുടെ പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മുടെ അച്ഛന്മാരും അങ്ങനെ പ്രാർത്ഥിച്ചേക്കരുത്. ചിലപ്പോൾ തോന്നും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയല്ല അത്, യഹൂദന്മാരുടെ പ്രാർത്ഥന. അവരത്രത്തോളം ഈ സ്ത്രീകളെ അവർ എന്ത് ചെയ്തിരുന്നു? റിജക്ട് ചെയ്തിരുന്നു. ദേവാലയത്തിൽ സ്ത്രീകളുടെ പ്രാകാരം എന്നും പറഞ്ഞ് മാറി ഒരു പ്രാകാരം ഉണ്ടാക്കി വെച്ചു, പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. അവരെ ചർച്ചിനകത്ത് പോലും ഒരു കയറ്റത്തില്ലായിരുന്നു. അതായത് ആലയത്തിനകത്ത് പോലും പ്രവേശിക്കാനുള്ള അനുമതി അവർക്കില്ലായിരുന്നു. സ്ത്രീകളുടെ പ്രാകാരത്തിൽ മാത്രമേ അവർക്ക് വരാൻ പറ്റുന്നുള്ളായിരുന്നു. അത്രമാത്രം റിജക്ട് ചെയ്തിരുന്ന കാലമായിരുന്നുകൊണ്ട് വേദപുസ്തകത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഇതിനകത്ത് പലപ്പോഴും സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പലയിടത്തും നമ്മൾ വായിക്കുന്ന പുരുഷാരം, ഏറിയ പുരുഷാരം, അവിടെ സ്ത്രീകളെ കുറിച്ച് പറയുന്നില്ല. സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സ്ത്രീകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 300-ലധികം സ്ത്രീകളെ കുറിച്ച് മാത്രമാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 10,000-കണക്കിന് പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ 300-ലധികം സ്ത്രീകളെ കുറിച്ച് മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. ഇതാണ് ബൈബിളിന്റെ പശ്ചാത്തലം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന 5000 പുരുഷന്മാരാണ്. 5000 പുരുഷന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 5000 സ്ത്രീകളുണ്ട്. 5000 കുടുംബങ്ങൾ കൂട്ടിക്കും. 5000 കുടുംബങ്ങളുണ്ടെങ്കിൽ എത്ര പിള്ളേര് കാണുമെന്ന് കൂട്ടിക്കും. എത്ര പിള്ളേര് കാണും? എത്രയാണ് അമ്മച്ചി? എൻ്റെ അമ്മയൊക്കെ 10 മക്കളാണ്. എൻ്റെ അമ്മയൊക്കെ, എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ എത്ര പേരെ നിന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. അതതിനേക്കാൾ വലിയ കണക്കായിരിക്കും. അപ്പൊ എനിക്ക് മുമ്പുള്ള ജനറേഷനിൽ 10, 15, 20 മക്കളൊക്കെ ആയിരുന്നു. അങ്ങനെയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ജനറേഷൻ എന്തുമായിരിക്കും? വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇന്നവന്റെ സഹോദരൻ ഇന്നവൻ, അവന്റെ സഹോദരി ഇന്നയാണ്, അവന്റെ സഹോദരൻ എങ്ങനെയാണ്. ഇങ്ങനെ വായിച്ച് നമ്മൾ മടുക്കുന്നതല്ലാതെ എണ്ണം നിൽക്കത്തില്ല. അതുപോലെയുള്ള ഒരു സാഹചര്യം ഓർക്കണം. അപ്പൊ 10, 15, 20 പിള്ളേരുള്ള ഒരു കാലഘട്ടം. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിൽ എത്ര പിള്ളേര് കാണും? വേണ്ട, കണക്ക് കൂട്ടി നമ്മൾ ടെൻഷൻ ആവണ്ട. നമ്മുടെ സർക്കാരിന്റെ കണക്ക് വെച്ച് നമുക്ക് കൂട്ടി നോക്കാം. നാം 2, നമുക്ക് 2 മതി. ഇപ്പൊ അത് നേരെ വന്നുകൊണ്ട് നാം 2, നമുക്ക് 1 എന്ന് വരെ ആയി വെച്ചിരിക്കുക. അപ്പൊ നാം 2, നമുക്ക് 2 അങ്ങനെ കൂട്ടി നോക്കിയേ. ഏറ്റവും കുറഞ്ഞ 25,000 പേരുണ്ട് ഈ നിർജ്ജന പ്രദേശത്ത്. ഈ 25,000 പേർക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് പോഷിപ്പിച്ചു. കർത്താവ് പോഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഈ നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഈ വിളമ്പുന്ന ഒരു പ്രത്യേക ആളുകൾ, അതിനകത്ത് ഇറച്ചി വിളമ്പുന്നയാള് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയാണ്. ആ ഇറച്ചി വിളമ്പുന്നയാളുടെ കയ്യിലിരിക്കുന്ന ആ സ്പൂൺ ഉണ്ടല്ലോ, അതൊരു സ്പെഷ്യൽ സ്പൂണുമായിരിക്കും. കാരണം ഇതിനകത്തോട് കയറും, പക്ഷെ പാത്രത്തിൽ വീഴുക. ആ സൈസ് സ്പൂണൊക്കെ സംഘടിപ്പിച്ചോളൂ. എന്നിട്ട് ഈ ഇറച്ചി വിളമ്പുന്നയാളോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. 2 പീസിൽ കൂടുതൽ വീഴാൻ പാടില്ല, പിന്നെ തികയത്തില്ല, അല്ലെ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വിളമ്പി കഴിഞ്ഞിട്ട് കർത്താവ് എഴുന്നേറ്റ് കൊണ്ട് പറയാം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ബൈബിളിൽ എല്ലാവരും തപ്പരുത്, കിട്ടത്തില്ല. ഞാൻ ചിന്തിക്കുന്ന അപ്പൊ എല്ലാം ഇങ്ങനെ വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് 25,000 പേർക്ക് ഇങ്ങനെ വിളമ്പിയിട്ട് കർത്താവ് എഴുന്നേറ്റ്, പ്രിയമുള്ളവർ, നിങ്ങളെല്ലാവരും മുൻപിൽ ഭക്ഷണം എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, വെറും 5 അപ്പവും 2 മീനും കൊണ്ടുമാണ് നമ്മൾ ഇത്രയും ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും ആക്രാന്തം കാണിക്കരുത്. ഉള്ളത് കഴിച്ച് തൃപ്തിപ്പെട്ട് സ്വത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകണം, ഉണ്ടാതെ പോകണം. ഇതാണോ കർത്താവ് പറഞ്ഞത്? അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ തിന്ന് തൃപ്തരായ ശേഷം, കർത്താവ് കൊടുക്കുന്നത് എങ്ങനെ അനുഭവിക്കേ? ഉള്ളത് കൊണ്ട് ഒപ്പിച്ചു വെച്ച നല്ല കർത്താവ് പറഞ്ഞത്, അവർ തിന്ന് തൃപ്തരായ ശേഷം 12 കൊട്ടം നിറച്ചെടുത്തു. കർത്താവിന്റെ ആ കരുതൽ നോർത്തു വയ്ക്കേ. തിന്ന് തൃപ്തരായെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? ഇങ്ങോട്ട് വരുന്ന പരുവത്തിലായി. ഒരു വായ കൂടെ കഴിക്കാൻ മേലായിരുന്നു ചോദിച്ചു. അവൻ പറഞ്ഞു, അത്രയും കൂടെ കഴിക്കാനുണ്ടായിരുന്ന ഒരു പഴം കൂടെ ഞാൻ കഴിച്ചേനെ. കാരണം അത്ര പോലും ഇടയില്ല. അതുപോലെ എന്ത് ചെയ്തു? കഴിച്ചില്ല. തിന്ന് തൃപ്തരായി. കർത്താവ് അങ്ങനെ കേട്ടോ. 50,000 രൂപ നമുക്ക് ആവശ്യമാണ്. 49,999 രൂപ വന്നിട്ട് കർത്താവ് പറയുകയാണ്, 1 രൂപയ്ക്ക് നീ എവിടെയും പോയി തെണ്ടിക്കോ എന്ന് പറയുന്നവനല്ല കർത്താവ്. സമൃദ്ധിയായിട്ട് കർത്താവ് എന്താണോ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് അത് സമൃദ്ധിയായിട്ട് കർത്താവ് ചെയ്യാനാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
അപ്പൊ നോക്കൂ പേര്, അസാധ്യതകൾ മുൻപിൽ കാണുമ്പോഴും അതിന്റെ നടുവിൽ നിന്നിട്ട് സാധ്യം എന്ന് പറയുന്നവരെ കർത്താവിന് വേണം. നിങ്ങൾ വേദപുസ്തക ചരിത്രം നോക്കിയേ, അസാധ്യങ്ങളുടെ നടുവിൽ നിന്നിട്ട് സാധ്യം എന്ന് പറഞ്ഞവൻ മാത്രമേ നേരിട്ടുള്ളൂ അല്ലെ. 12 ഗോത്രത്തിൽ നിന്നുള്ള ആളുകളല്ലേ പോയത് കനാനിൽ വിട്ടു നോക്കാൻ. ഈ 12 പേര് വന്ന് നിൽക്കുന്ന ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. 10 പേര്, വലിയൊരു സമൂഹം, 10 പേര് മാറുന്നെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും നമ്മൾ ആ ദേശം കൈവശമാക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? ഒന്നും അല്ല, നമ്മളെക്കാൾ വലിയ അനാഖ്യ മല്ലന്മാരാണ് അവിടെയുള്ളത്. അവിടെ പാലും പേരും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷെ ഇത് കൈവശമാക്കണമെങ്കിൽ ഈ അനാഖ്യ മല്ലന്മാരെ കീഴ്പ്പെടുത്തണം. അതിനുള്ള കഴിവ് നമുക്കില്ല, നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ആ ദേശം കൈവശമാക്കത്തില്ല. പക്ഷെ 2 പേര് അങ്ങോട്ട് മാറി നിന്നു. ആ 2 പേരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. കാരണം അവർ ആൾക്കാരില്ല കേട്ടോ, അവർ വലിയ സമ്പന്നന്മാരൊന്നും അല്ല കേട്ടോ. പാവങ്ങളായ 2 പേരും മാറി നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളും കണ്ടത് അനാഖ്യമല്ലന്മാരെ തന്നെയാണ്, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, നമ്മൾ ആ ദേശം കൈവശമാക്കും. ഈ 2 പേരുടെ കൂട്ടത്തിൽ ഒരാൾ ഞാനും നിങ്ങളും ആയിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് തോണ്ടിട്ട് പറഞ്ഞേടാ, കാശുള്ളവൻ അവനാ, ആൾക്കാരോ അവനാ, പയ്യെ അങ്ങോട്ട് നീക്കും. ഇതല്ലേ നമ്മളായിരുന്ന പറയത്തുള്ളൂ. പക്ഷെ ആ 2 പാവങ്ങൾ അവിടെ വന്നിട്ട് പറയുക, ഞങ്ങൾ എങ്ങനെ അനാഖ്യമല്ലന്മാരെയാ, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, നമ്മൾ ആ ദേശം കൈവശമാക്കും. അവര് മാത്രമേ ആ ദേശം കൈവശമാക്കിയുള്ളൂ, യോശുവയും കാലേബും. അവർ 2 പേരുമേ ആ ദേശം കൈവശമാക്കിയുള്ളൂ. കണ്ടോ, അസാധ്യതകളുടെ നടുവിൽ നിന്നിട്ട് സാധ്യമെന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്ന കാണാം. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ മടങ്ങി അവസാനിപ്പിക്കാം. അവിടെ നമ്മൾ വായിച്ചു, അവൻ പറയും എന്താ? അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. റോമാലേഖനത്തിലേക്ക് വേഗത്തിൽ, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 51-ാം വാക്യം വേഗത്തിൽ വായിച്ച്. റോമാലേഖനം 8-ന്റെ 31, റോമർ 8-31 വായിച്ച്. കണ്ടോ, ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർക്ക് പറ്റും? ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സർവചരാചരങ്ങളെയും ആകാശമണ്ഡലങ്ങളെയും നക്ഷത്രഗോളങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ എന്നെ പ്രതികൂലമായിട്ട് വരുന്നത്? ആർക്ക് സാധിക്കും എന്നെ തകർക്കാൻ? നടക്കുകയല്ല, വ്യാമോഹം മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കേരള മുഖ്യമന്ത്രി എന്റെ ഫ്രണ്ടാ എന്നിരിക്കട്ടെ, എനിക്ക് എന്നെ ഉറപ്പായിരിക്കും അല്ലേ, എനിക്ക് എന്നെ ധൈര്യമായിരുന്നു ഒരു ഓഫീസിൽ കയറി ചെല്ലാൻ, 10 പേരോട് സംസാരിക്കാൻ എനിക്കെന്ത് ധൈര്യമായിരിക്കും. അത് ചോദിച്ചാൽ പറയും, സാർ നമ്മുടെ ഫ്രണ്ടാ, ഇന്നയാള് എനിക്ക് വേണ്ടപ്പെട്ടയാളാണ്, എത്ര തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ സർവത്തെയും ചമച്ചവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ എനിക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ പ്രതികൂലം ആരാ പ്രിയയുള്ളേ? ഭയത്തെ മാറ്റിക്കളാം, പേടിയെ മാറ്റിക്കളാം. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് ഞാൻ പറയും. മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമെന്നല്ല, വിദ്യയിൽ എഴുതി വെക്കുമെന്നല്ല, ഞാൻ പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്ന് പറഞ്ഞു തുടങ്ങാൻ പറ്റുമോ? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. സമയക്കുറവ് ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിവചനം ഹേതുവായും ജയിച്ചു. പിശാചിനെ ജയിക്കാൻ 2 മാർഗങ്ങൾ മാത്രമാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് യേശുവിന്റെ രക്തം. അതാ ഇന്ന് ആരാധനയുടെ അവസാന നിമിഷങ്ങൾ നാം പാനം ചെയ്യാൻ പോകുന്നത്. പിശാചിന് ഭയമുള്ള സാധനമാണ്. നിന്നെ ഇതിലേക്ക് കൊണ്ടുവരരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിന്റെ സ്നാനത്തെ താമസിപ്പിക്കുന്നത്, നിന്റെ സ്നാനത്തെ തടയുന്നത്, നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്, ഇതിലേക്ക് നീ വരരുതെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇത് അവന് ഭയമാണ്, പിശാചിന് പേടിയാണ്. യേശുവിന്റെ രക്തം അതവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിശാചിനെ ജയിക്കാനുള്ള 2 മാർഗങ്ങൾ. ഒന്ന് യേശുവിന്റെ രക്തം, മറ്റൊന്ന് നമ്മുടെ സാക്ഷി വചനം. പിശാചിന് ഭയങ്കര ഭയമാണ് നമ്മുടെ സാക്ഷിവചനം. എന്താ സാക്ഷിവചനം?
സാധാരണ സഭകളിലുണ്ടല്ലോ അല്ലെ, സങ്കീർത്തന പ്രബോധനം കഴിഞ്ഞ് ഇനി സാക്ഷ്യത്തിന്റെ സമയമാണെന്ന് പറയുന്നു. 7 മിനിറ്റുള്ള ഒരു പാട്ടുപാടി അതിനുശേഷം എഴുന്നേറ്റ് പറയും, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം എനിക്ക് നല്ലവനും വല്ലവനും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതാണോ സാക്ഷ്യവചനം? അതൊന്നും സാക്ഷ്യവചനമല്ല. അത് സമയം മെനക്കെടുത്താനുള്ള ഒരു പരിപാടി, പിശാചിന്റെ ഒരു തന്ത്രം എന്നുള്ളതേ ഉള്ളൂ. അത്രയും സമയം നമ്മുടെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ എടുത്താൽ അത്രയും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടാകും. അപ്പൊ കഴിഞ്ഞ ആഴ്ച ദൈവം എനിക്ക് നല്ലവനും വല്ലവനും ആയിരുന്നു എന്ന് പറയുന്ന നല്ല സാക്ഷ്യം. പിന്നെ എന്താ? പ്രതിസന്ധികളുടെ മുൻപിൽ നിന്നിട്ട് ആ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന, ലോകം പറയുന്ന, കൂട്ടുകാർ പറയുന്ന, ബന്ധുക്കൾ പറയുന്ന ആ വിഷയം, ഡോക്ടർമാർ പറയുന്ന ആ വിഷയം, അതിന്റെ മുൻപിൽ നിന്നിട്ട് എനിക്കൊരു സാക്ഷ്യവചനമുണ്ട്, ഈ വിഷയത്തിന് മേൽ എന്റെ ദൈവത്തിന്റെ കാര്യം ചരിക്കും. ഇതാ സാക്ഷ്യവചനം. ഇത് പിശാചിന് പേടിയാ, പിശാചിന് പേടിയാ. പിശാചിന് ഇഷ്ടമുള്ളതിനാണെന്നറിയോ? ഇത് എന്നെയും കൊണ്ടേ പോകും. ഇത് കേൾക്കാൻ പിശാചിന് ഇഷ്ടം അല്ലേ? നമുക്കൊരു തലവേദന വരുമ്പോൾ നമുക്കെല്ലാം ഒരു സാക്ഷ്യവചനം ഇല്ലേ? ഭയങ്കര തലവേദന എടുക്കുക, എന്നാൽ നമുക്കൊരു സാക്ഷ്യവചനം ഉണ്ടല്ല, ഈ തലവേദന എന്നെ കൊണ്ടേ പോകും പാസ്റ്റർ, ഈ കടബാധ്യത എന്നെ കൊണ്ടേ പോകും. കള്ളു കുടിക്കുന്ന കെട്ടിയാലെ കുറിച്ച് പറയും, ഈ മുടിഞ്ഞ കാലം എന്നെയും കൊണ്ടേ പോകും. ഇതൊക്കെയാണ് നമ്മുടെ സാക്ഷ്യവചനം. പഠിത്തത്തിൽ ഒരല്പം പുറകോട്ടുള്ള കൊച്ചനെ നോക്കിയിട്ട് പറയും, എടാ കഴുതേ, എടാ പൊട്ട, എടാ മണ്ട, എടാ വിഡ്ഢി. ആരും മിണ്ടുന്നില്ല. സ്വർഗത്തിൽ വലിയൊരു നിശബ്ദത ഉണ്ടായെന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ സാക്ഷ്യവചനം ഇതാണ്. പിന്നെ എങ്ങനെയാ നടക്കുന്നത്? പിന്നെ എങ്ങനെയാ ഈ കുഞ്ഞ് ജയിക്കുന്നത്? പിന്നെ എങ്ങനെയാ ഭർത്താവിന്റെ മദ്യപാനം മാറുന്നത്? പിന്നെ എങ്ങനെയാ ഈ കടബാധ്യത മാറുന്നത്? പിന്നെ എങ്ങനെയാ ഈ രോഗം മാറുന്നത്? എങ്ങനെ പിശാചിനെ ജയിക്കാം? തിരിച്ചു പറ. കള്ളു കുടിച്ച് നിരന്തരമായി വന്ന് ചീത്ത വിളിക്കുന്ന ഭർത്താവിനെ നോക്കി നിങ്ങളൊന്ന് പറ, എന്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. പറഞ്ഞു തുടങ്ങാം. ആശയ്ക്ക് വിരോധമായി ആശിച്ച നവചനം. ഇതൊക്കെ വായിച്ചു വിടാനുള്ളതല്ല. ഒരു സാധ്യതയുമില്ല, ഒരു ആശയമില്ല. പക്ഷേ ആശയ്ക്ക് വിരോധമായി ഞാൻ എന്ത് ചെയ്തു? ആശിച്ചു. അത് നടന്നു. അപ്പൊ കള്ളു കുടിക്കുന്ന ഭർത്താവിനെ നോക്കി പറ, എന്റെ ഭർത്താവിന്റെ മദ്യപാന കർത്താവെ അങ്ങ് മാറ്റി തന്നതിനായി സ്തോത്രം എന്ന് പറ. ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് തന്നതിനായി സ്തോത്രം എന്ന് പറ. ഒരു വിഷയത്തിൽ മാർക്ക് പറഞ്ഞാൽ കുഞ്ഞിനെ നോക്കി മണ്ടൻ, പൊട്ടി, വിട്ടി, കഴുത ഇങ്ങനെ വിളിക്കാതെ ആ കുഞ്ഞിനെ നോക്കി ഒന്ന് പറ, എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാണ്, എന്റെ കുഞ്ഞിന് ദൈവം നല്ല ബുദ്ധി തന്നിട്ടുണ്ട്, എന്റെ കുഞ്ഞ് മിടുക്കിയാണ്, എന്റെ കുഞ്ഞ് മിടുക്കനാണ്. പറഞ്ഞുകൊണ്ടിരിക്കും പ്രിയരെ. സാക്ഷ്യവചനത്താൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങുക, നല്ലത് പറഞ്ഞു തുടങ്ങുക. ഹല്ലേലൂയ. അവിടെ നമ്മുടെ വിടുതൽ സംഭവിക്കും. ഒരു തലവേദന വരുമ്പോൾ ഞാൻ പറയും, ഈ തലവേദന എന്നെ കൊണ്ടേ പോകൂ എന്ന് പറയുമ്പോ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന 2 പേരുണ്ട്. വചനമാണ്, എടുത്തു വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞുവിടുക. സ്വർഗത്തിൽ സാക്ഷി പറയുന്ന 2 പേരുണ്ട്. ഒന്ന്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തമായ യേശുവിന്റെ രക്തം, അല്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സംസാരിച്ചുകൊണ്ടിരിക്കുക. പുത്രൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. 2, സകല വിശുദ്ധന്മാരെയും കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാചിന്റെ ശബ്ദം. ഈ 2 ശബ്ദം അവിടെ നിൽക്കുക. യോശുവയുടെ വസ്ത്രത്തിൽ ചെളിയുണ്ടെന്ന് പോയി പറഞ്ഞു കൊടുത്തവനാണ്. വിശുദ്ധന്മാരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവനാ സാത്താൻ. അങ്ങനത്തെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, സാത്താന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക. ചില ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവർക്ക് കുറ്റം മാത്രമേ കണ്ടുപിടിക്കാറുള്ളൂ. പാട്ട് പാടിയപ്പോ പാട്ടിന്റെ അവിടെ വരുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു, ഓ എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ നീ അങ്ങോട്ട് കയറി ഓ വെക്ക്, അത് വെക്കത്തുമില്ല. അങ്ങ് കുറ്റം പറയുക, അതങ്ങനല്ലായിരുന്നു, കസേര അങ്ങനല്ലായിരുന്നു, ഒരു 94 ഡിഗ്രി കൂടെ അങ്ങോട്ട് ചെയ്യണമായിരുന്നു. ഇട്ടപ്പോ എന്നാൽ നീ വന്ന് 94 ഡിഗ്രി ചെയ്യേ മാറുന്നു കുറ്റം പറയും. ഇത് പിശാചാണ്, കൊടിയ പിശാച്. സ്വന്തം കുറ്റം ചുമത്തുന്നവൻ പിശാചാണ്. തിരുത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കുറ്റം കണ്ടാൽ ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ തിരുത്തിയാൽ നല്ലതായിരിക്കും. വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവൻ തിരുത്തുന്നില്ലെങ്കിൽ സമൂഹമധ്യേ, സഭാമധ്യേ കൊണ്ടുവന്നവനെ തിരുത്താനാ പറയുന്നത്.
എന്നിട്ടും അവൻ തിരുത്തുന്നില്ല. അവനെ പറഞ്ഞു വിടാനാ പറയുന്നത്. ദൈവവചനത്തിൽ എല്ലാത്തിനും ഒരു ക്ലോസ് ഉണ്ട് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുറ്റം ചുമത്തുകയല്ല ചെയ്യേണ്ടത്. അവന്റെ നന്മയാണ് ആഗ്രഹമെങ്കിൽ അവനെ പേഴ്സണലി വിളിച്ച് അവനോട് കാര്യങ്ങൾ സംസാരിക്കണം. അവിടെ സ്തോത്രം. അപ്പോൾ കുറ്റം ചുമത്തുന്നവൻ ആരാണ്? പിശാച്. അപ്പൊ ഈ രണ്ട് വ്യക്തികൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഒന്ന് യേശു, മറ്റൊന്ന് സാത്താൻ. രണ്ടുപേരും സംസാരിക്കുന്നു. ഈ രണ്ട് ശബ്ദങ്ങളിൽ ഏതെങ്കിലും ഒരു ശബ്ദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മുടെ വാക്കുകൾ. ഒരിക്കലൂടെ പറയാം, ഈ രണ്ട് ശബ്ദത്തിൽ ഏതെങ്കിലും ഒരു ശബ്ദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മുടെ വാക്കുകൾ. ഉദാഹരണം, തലവേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തലവേദന എന്നെ കൊണ്ടേ പോകൂ. ഇത് പറഞ്ഞപ്പോ സാത്താൻ അവിടെ നിന്ന് പറഞ്ഞു, കേട്ടല്ലോ കേട്ടല്ലോ കേട്ടല്ലോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ കാൽവരി ക്രൂശിൽ മരിച്ചതിന്റെ വിടുതൽ അറിയാത്ത പുള്ളി അങ്ങനെ. അതുകൊണ്ട് ആ പുള്ളിക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ തലവേദന വന്നപ്പോൾ ഞാൻ പറയാം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ഞാൻ ഈ വേദനയെ ജയിക്കുക എന്ന് പറയുമ്പോൾ എന്റെ യേശു അപ്പച്ചൻ എന്റെ സന്തോഷിക്ക്. അവൻ പറയും, പിതാവേ നീ കേട്ടോ അവൻ പറഞ്ഞത്, എന്റെ രക്തം കൊണ്ട് അവന് ഗുണമുണ്ടെന്ന് അവൻ പറഞ്ഞത്. അവൻ ഇപ്പൊ തന്നെ സൗഖ്യം കൊടുത്തേ പറ്റൂ. ഇതാ പ്രിയരെ നമ്മുടെ വിടുതൽ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, സ്തോത്രം, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിവചന ഹേതുവായും ജയിച്ചു. പിശാചിനെ ജയിക്കാനുള്ള 2 മാർഗങ്ങളാണ്. അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് സങ്കീർത്തനം 91 പറയുകയാണ്, അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് ഞാൻ പറയും 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 പറയും. അതുകൊണ്ട് ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങണം, ഇല്ല ഞാൻ പരാജയപ്പെടില്ല, ഞാൻ ജയിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എക്സാം ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറ, ഇല്ല ഞാൻ ജയിക്കും, എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, കർത്താവ് എന്നെ ജയിപ്പിക്കും. നിങ്ങൾക്ക് പറ. പ്രൈസ് ദി ലോർഡ്. സാമ്പത്തികമായി ഇപ്പോൾ നിങ്ങൾ വളരെ ഞെരുക്കത്തിലായിരിക്കും, എന്നാൽ നിങ്ങൾ പറ, കർത്താവ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, കർത്താവ് എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ഏത് കാര്യത്തെ നെഗറ്റീവായി കാണാതെ പോസിറ്റീവായി കാണും പ്രിയരെ. ദൈവം നമ്മളെ വളർത്തും, ദൈവം നമ്മുടെ സഭയെ വളർത്തും. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക നന്മകളെ ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടാകും. പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് ഞാൻ പറയും എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ അപ്രകാരം സ്തോത്രം നമ്മുടെ വാക്കുകൾ കൊണ്ട്, സാക്ഷ്യവചനങ്ങൾ കൊണ്ട് പിശാചിനെ ജയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.